നമസ്കാരം. സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും അപ്പുറത്തേക്ക് യഥാർത്ഥമായ ആത്മബന്ധത്തിന്റെ ഊഷ്മളത നമ്മെ മനസ്സിലാക്കി തരുന്ന ബ്യൂട്ടി മാർക്ക് ഗോൾഡ് അമ്മ അമ്മായിയമ്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒപ്പം നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സുകുമാരിയമ്മ, മല്ലിക മാം ആൻഡ് ഡോക്ടർ ലത ദാസ്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് അമ്മ അമ്മായിയമ്മയിൽ ആദ്യത്തെ സെഗ്മെന്റ് നമ്മുടെ പ്രിയപ്പെട്ട ഗോസിപ്പ് കോർണർ ആണ്. കുറച്ച് ഗോസിപ്പുകളുമായി ഇതിലേക്ക് ആദ്യം തന്നെ എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രത്നമ്മ, കുഞ്ഞമ്മ എന്ന് പേരായ രണ്ടമ്മമാരാണ്. നമുക്ക് അവരെ രണ്ടുപേരെയും സ്റ്റേജിലേക്ക് വിളിക്കാം. രത്നമ്മ ആൻഡ് കുഞ്ഞമ്മ, സ്വാഗതം. കോട്ടയം കുഞ്ഞമ്മച്ചി ആൻഡ് കരുനാഗപ്പള്ളി രത്നമ്മച്ചി. അതെ, ഇവർക്ക് മരുമക്കളെ പറ്റിയിട്ട് എന്തൊക്കെ ഗോസിപ്സാ പറയാനുള്ളതെന്ന്. ഓക്കെ, നടക്കട്ടെ, കാണാം. നോക്കുന്നേ അല്ല, ബസ് നോക്കി നിൽക്കുക. എവിടെ പോകാനാ? എനിക്ക് പട്ടം വരെ പോകണമായിരുന്നു. അവിടെ എൻ്റെ അമ്മാവൻ്റെ മോനുണ്ട്. ഏതാ പേരെന്തുവാ? കുഞ്ഞമ്മ. MSM കോളേജിൽ പഠിച്ചതാണോ കായംകുളത്ത്? കുഞ്ഞമ്മ, നിനക്ക് എന്നെ പിടി കിട്ടിയോടി? നോക്കട്ടെ. ആണെടി പെണ്ണേ, എത്ര നാളായി നമ്മൾ കണ്ടിട്ട്? 40-45 വർഷമായില്ലയോ? ഞാനേ അയലത്തെ ഒരു 28 കെട്ടു. അപ്പം സ്വർണ്ണം ഒന്നും മേടിക്കാനിപ്പോ ഒക്കത്തില്ലല്ലോ. അന്ന് ഒരു ബന്ധി അരിഞ്ഞാണ് മേടിച്ച് കൊടുക്കാമെന്നും കരുതി ഇറങ്ങിയതാണ്. അതിന് എളുപ്പം അങ്ങ് പോവുകയും വേണം. പിന്നെ മരുമോള് തന്നെയുള്ളു, അവനവിടെ ഇല്ല. ബസ് വരാൻ ഇനി ഒത്തിരി നേരം പിടിക്കുമായിരിക്കും. എന്നാൽ വാങ്ങോട്ട് ഇരിക്കാം. കുറെ കാലം കൊണ്ട് കണ്ടതല്ലയോ? ഇത് കണ്ടപ്പോ ഒരു സന്തോഷം. ഞാൻ വല്ലപ്പോഴും ആ ഫോട്ടോയൊക്കെ എടുത്തു വെച്ച് നോക്കും. അതിന്റെ അടിയിൽ ഓരോരുത്തരുടെയും പേരൊക്കെ അടിച്ചിട്ടില്ലയോ? അതൊക്കെ വെച്ച് നോക്കും. എന്നാൽ കുറെയൊക്കെ ചെതല് പിടിച്ചൊക്കെ പോയി. എന്നാലും കാണാം. ഭർത്താവില്ലേ? ഭർത്താവുണ്ട്. പിള്ളേര് 2 ആൺപിള്ളേര്. എനിക്ക് 4 പിള്ളേരുണ്ട്. 4 പിള്ളേരുണ്ട്. ആരാ, ഏത് മരുമോളാ കൂടെ താമസിക്കുന്നത്? എന്റെ ഇളയ മരുമോള് താമസിക്കുന്നത് ഇവിടെ ഇപ്പൊ ഉണ്ട്. 2ാമത്തെ മരുമോളാ പിടിച്ചിരിക്കുന്നത്. പേരെന്തുവാ? അവിടെ പേര് ലിബി. എങ്ങനെയുണ്ട് മരുമോള്? ഇവക്ക് കുഴപ്പമൊന്നുമില്ല. മറ്റുള്ളവരൊക്കെ ഇതാ നമ്മള് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നിൽക്കുക. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളമ്മമാരെന്തോടി, നമ്മള് കുറെ ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ വേണം. നമ്മളന്നത്തെ കാലത്ത് ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ ജീവിച്ച്. അതൊന്നും ഈ പിള്ളേർക്കില്ലെന്ന്. അവർക്ക് അതേപറ്റി ഒന്നും അറിയത്തുമില്ല. നമ്മളെ ജീവിതം കൊണ്ട് വേണം ഇവര് പഠിക്കാൻ. എനിക്ക് 2 ആൺപിള്ളേരാ. മൂത്തവന് സ്വന്തം ഇഷ്ടത്തിനൊന്നിനെ പിടിച്ചോണ്ട് വന്നു. കഷ്ടമായി പോയി. അച്ഛൻ അന്ന് ഒരു വിധത്തിലും അവിടെ കയറ്റിയില്ല. എനിക്ക് പിടിച്ചു കയറ്റണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ വലിയ ദേഷ്യക്കാരനല്ലേ, കയറ്റിയില്ല. അവന് മദ്രാസിൽ ഒരു കമ്പനിയിലാ പണി. പിന്നെ ഇളയവന് മെഡിക്കൽ ഷോപ്പും ലാബും ഒക്കെയാ. ആ പെണ്ണിന്റെ മോന്റെയും കൂടെ ഞാൻ താമസിക്കുന്നത്. എന്റെ എല്ലാ കാര്യങ്ങളും അവരാ നോക്കി നടത്തുന്നത്. എന്നാലും ചിലപ്പോഴൊക്കെ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലൊക്കെ തോന്നും. ചിലപ്പം വെള്ളമൊക്കെ ചൂടാക്കി കുഴമ്പൊക്കെ തേച്ചെന്നെ കുളിപ്പിക്കും. അപ്പൊ എനിക്ക് അന്നേരം തോന്നുന്ന ഇവള് എന്നെ ചൂട് കൂടുതൽ വേണം, ഒഴിക്കാനാണോ എന്നൊക്കെ തോന്നുമായിരിക്കും. പിന്നെ ഞാൻ മനസ്സിൽ വിചാരിക്കുകയോ എനിക്ക് വേറെ ദുർബുദ്ധി വല്ലതും തോന്നുവാ എന്നൊക്കെ വിചാരിക്കും. എനിക്ക് പിള്ളേരെ കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. സന്തോഷം. 3 ആൺപിള്ളേരാ എനിക്ക്. അവര് എന്റെ കാര്യം എല്ലാം നോക്കിക്കോളും. എനിക്കൊരു കാര്യം, എനിക്ക് എന്നാ വേണേലും മേടിച്ചുകൊണ്ട് തരും. എന്റെ കാര്യങ്ങളെല്ലാം അവര് നോക്കും. എനിക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല, പ്രയാസവും ഇല്ല, ഒന്നുമില്ല. നന്നായിരിക്കട്ടെ, ദൈവം അനുഗ്രഹിച്ചതാതിനെ. പിന്നെ ആ മറിയാമ്മ വർഗീസിനെ അവൻ തന്നെ കിട്ടി. അന്ന് ഒരിക്കൽ പ്രേമിച്ച് കൂടെ നടന്നില്ലായിരുന്നു? അതെന്നായിരുന്നു? അന്ന് നമ്മള് നിന്റെ കല്യാണം 19ാമത്തെ വയസ്സിലാണ്. എനിക്ക് 26ാമത്തെ വയസ്സിലാണ് കല്യാണം നടന്നത്. അപ്പം നിന്റെ കല്യാണം കഴിഞ്ഞ 2 കൊല്ലം കഴിഞ്ഞപ്പോ അവൻ തന്നെ കെട്ടി അവളെ. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്നെ അറിയിച്ചൊന്നുമില്ല. ഞാൻ പിന്നെ ഒരിടത്ത് വെച്ച് കണ്ടപ്പോഴാ ഇത് മനസ്സിലാക്കി. ഈയിടെ എങ്ങാനും അമേരിക്കയിൽ പോയായിരുന്നോ? ഇല്ല. എന്റെ ഇളയ മോളെ ഇപ്പം വഴക്ക് പറയാം. അവൾ അറിയാതാ ഞാൻ ഇറങ്ങിയത്. പിന്നെ
എളുപ്പം അങ്ങ് പോണം. പിന്നെ മൂത്ത മരുമോനും മോളും അടുത്ത ആഴ്ച വരും. പിന്നെ അവരൊക്കെ എപ്പോ വന്നാലും എന്തെങ്കിലും ഒരു പൊതിയായിട്ടേ വരുത്തുള്ളൂ. അപ്പം 6 മാസം കൂടിയിരിക്കുമ്പം വരും. എനിക്ക് മാതള നാരങ്ങയൊക്കെ മേടിച്ചോണ്ട് തരും. അവളുടെ ചിരി കണ്ടാലോ എന്തോ ഒരു നല്ല ചിരിയാടി. ഇവക്ക് ചിരിക്കാനും ഒന്നും നേരമില്ല. ഇവക്ക് സർവ്വനേരവും ജോലിയാ. ഞാനും സഹായിച്ചൊക്കെ കൊടുക്കും. ഞാൻ ചിലപ്പോ ഓർക്കുകയും അവരുടെ കൂടെ അങ്ങ് പോയാൽ എന്താ എന്നാ എനിക്ക് മാതള നാരങ്ങയൊക്കെ മേടിച്ചോണ്ട് തരുന്നില്ലയോ. അതുകൊണ്ട് അങ്ങനെ പോകുന്നു വേണ്ട. അവനവന്റെ വീട് അവനവന് നല്ലത്. അവര് കൊണ്ട് 10 ദിവസം കഴിഞ്ഞ് നമ്മളെ തള്ളു അവര്. അവര് വലിയ ഫ്ലാറ്റില്ല. അവര് 10-27 ഫ്ലാറ്റ് ഉണ്ട് അവർക്ക്. അപ്പൊ ഇന്നാള് മോൻ വന്നപ്പോ ഞാൻ പറഞ്ഞടാ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകുന്നു. അപ്പൊ അവൻ പറയുവാ അമ്മ ഞാൻ പ്ലെയിൻ വാങ്ങിക്കുന്നുണ്ട്, പ്ലെയിൻ വാങ്ങിച്ചിട്ട് എന്നെ കൊണ്ടുപോകാവുന്നു. അവര് വലിയ സുഖത്തിൽ ജീവിക്കുക. അന്ന് നമ്മളെ വീട്ടിൽ കേൾക്കാതിരുന്നല്ലയോ. പിന്നെ ഈ മരുമക്കള് തമ്മിൽ വീട്ടിൽ വന്നാലോ 2 മരുമക്കളും കൂടെ യുദ്ധമാണ്. ഇത് ഞാൻ കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞങ്ങിരിക്കും. കുഞ്ഞമ്മയ്ക്ക് പിന്നെ അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല. ഒരു പെണ്ണും കൊണ്ട് 3 ആണോ. അപ്പൊ ആൺപിള്ളേരെ കൊണ്ടും കുഴപ്പമില്ല, പെൺപിള്ളേരെ കൊണ്ട്. ഇവളാണ് ഏറ്റവും പിടിക്കുക എനിക്ക്. അത് ശരി. ഇവളെ എനിക്ക് ഏറ്റവും ഇഷ്ടം. അവള് പിന്നെ എല്ലാത്തിനും ഇടപെടും. മറ്റവർക്ക് അത്ര അറിയാമില്ല. നമ്മൾ പിണക്കമൊന്നുമില്ല. നമുക്ക് ഒരു പിണക്കവും ഇല്ല. ഇത് നീ ഒന്ന് കേക്കണേ. ഒരു ദിവസം മദ്രാസുകാർ ഇവിടെ വന്നപ്പോ എനിക്ക് കാലുവേദനയായിട്ട് ഞാൻ മറിക്കടന്നു. അപ്പൊ ഈ ഇളയവളെന്തോ ചെയ്ത് കുഴമ്പ് മേടിക്കാനാന്നും പറഞ്ഞു പോയി. ഒരു പൊളിക്കൊച്ച അവിടെ ഉണ്ട്, അതിന് വയറ്റിളക്കം. ഇത് വയറിളകി അവിടെ എല്ലാം തൂറിയിട്ട് ഈ 2-2.5 മണിക്കൂർ കഴിയുന്നിടം വരെ ഈ കുഞ്ഞിനെ ഈ മദ്രാസുകാരി ഒന്ന് ചന്തി കഴിവോ ആ അഴുക്കൊന്ന് എടുത്ത് കളയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇന്നിട്ട് വണ്ണ അത് ചെയ്യുന്നത്. ഇങ്ങനായാൽ എങ്ങനെയാണ് ഈ പെണ്ണുങ്ങളൊക്കെ? ഞാൻ ഒന്നും മിണ്ടിയില്ല. കാരണം ജീൻസും ടോപ്പും ഒക്കെ ഇട്ടുകൊണ്ട് വരുന്നവരല്ലയോ. നമ്മൾ വല്ലതും പറഞ്ഞാൽ പിന്നെ അവന്റെ ചെവി കൊടുക്കും. തന്നെയല്ല അവൻ എന്നെ പ്ലെയിനിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞേക്കുവാ. അതില്ലാതാക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ ഒന്നും പറയാനൊക്കെ ഇപ്പോഴത്തെ മരുമക്കൾ അത്രയാ. പറഞ്ഞു പോയെങ്കിൽ പിന്നെ നമ്മളെ അവിടെ നിന്ന് ഇറക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഭർത്താവിനോട് എന്ന് പറയും, അമ്മച്ചി ഇങ്ങനെ പറഞ്ഞ്, അമ്മച്ചി അങ്ങനെ പറഞ്ഞ്. ഇത് പിന്നെ 2 ആമക്കളും കൂടെ അടിയാകും. മരുമക്കൾ തന്നെ അല്ല അടി, ആമക്കളും കൂടെ ആകും. പിന്നെ അതൊന്നും എല്ലാം ഞാൻ സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യും. നിന്നെ കണ്ടപ്പോഴാ ഇത് ഇച്ചിരിയെങ്കിലും എനിക്ക് പറയാനൊന്നും പറ്റിയത്. ഇന്ന് ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരല്ലേ ജീൻസൊക്കെ ഇട്ട ഇവിടം വരെ ഇറക്കാം. പിന്നെ തുണിയില്ലെന്ന് നമുക്ക് തോന്നും. നമുക്ക് പ്രായമുള്ളവർക്ക് നമുക്ക് അരിശം കൂടെ വരും, ദേഷ്യം വരും ഇത് കാണുമ്പം. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ഏറ്റുപിടിക്കും നമ്മളോടെ. കൊച്ചുമക്കളെ വഴക്കൊന്നും ഉണ്ടാക്കണത് നമ്മളൊന്നും കാണാതെ കണ്ണങ്ങ് അടച്ചേക്കുക. അതേ നടക്കുള്ളൂ. ഇനി നിനക്ക് എത്ര കൊച്ചുമക്കളുണ്ട്? എനിക്ക് 11 കൊച്ചുമക്കളുണ്ട്. ഓ, എത്ര മക്കളിലാ? 4 മക്കളിൽ. അത് കൊള്ളാം. അതൊരു സന്തോഷപാടി. ഒരു പിന്നെ ഫംഗ്ഷനൊക്കെ ഉണ്ടായാൽ വേറെ ബന്ധുക്കാരൊന്നും ഇല്ലെങ്കിൽ വീട്ടിനകത്ത് ആള് കാണുമല്ലോ. എന്റെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചിക്ക് 12 മക്കളാ. ചേട്ടന്റെ പെങ്ങളാ. 12 മക്കള്. അവര് 15 പ്രസവിച്ച് 3 അലസിയൊക്കെ അങ്ങ് പോയി. 12 ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങളുടെ അയലത്ത് തന്നെ താമസം. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇതുങ്ങളെല്ലാം കൂടെ വന്ന് കാര്യമെല്ലാം സാധിച്ചു തരും. പിന്നെ മരുമോള് ഇങ്ങനൊക്കെ ആണെങ്കിലും എന്നെ ചൊവ്വ നോക്കും കേട്ടോ. ഞാനാണ് മീനും ഇറച്ചി ഒന്നും കഴിക്കുന്ന ആളല്ല. അവള് എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി തരും. പിന്നെ പ്രഷറുണ്ടോ ഷുഗറുണ്ടോ എന്നൊക്കെ മുറയ്ക്ക് ലാബറട്ടറി കൊണ്ടുപോയി എന്നെ പരിശോധിപ്പിക്കും. ഇതൊക്കെ എന്തിനാണെന്നറിയാവോ? മോനെ സോപ്പിടാൻ. മോനെ സോപ്പിടാനാ. കാരണം ഇവക്കറിയാം എന്നോട് വലിയ കാര്യമാണ്. അപ്പൊ അതുപോലെ നിന്നാലേ അവനും സ്നേഹം കിട്ടത്തുള്ളെന്നുള്ളത് അവക്കറിയാം. പിന്നെ എന്നും പറഞ്ഞേ ഞാനും അവളോട് വലിയ കാര്യത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. ഞാൻ വെളുപ്പിനെയൊക്കെ എണ്ണിട്ട് ഇവള് മെഡിക്കൽ ഷോപ്പിൽ പോകുമ്പോഴത്തേക്ക് കുറെ കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്യും. അവള് കയറി വരുമ്പോൾ ഒരു 10-10:30 ആകും. അപ്പം പാദവും എല്ലാം റെഡിയാക്കി ഇട്ട് ഞാൻ എന്റെ തുണിയും കഴിയേച്ച് രാവിലെ ഒന്നുകൂടെ മാറിക്കിടന്നുറങ്ങും. ഇവളെ ഞാൻ ബ്യൂട്ടീഷ്യൻ ആയോണ്ട് രാവിലെ അങ്ങ് ഇറങ്ങും. എന്നുവെച്ചാൽ വലിയ ഫാഷനാ. കണ്ണ് എഴുതി, പൊട്ടും തൊട്ടു, വിരിയോ എഴുതി, ലിപ്റ്റിക്ക് ഇട്ടു. പിന്നെ അവിടെ ചെന്ന് മുടി വെട്ടാൻ വരുന്ന മുടി ഇത്രയും കാണും. ആ മുടി കണ്ടിട്ട് ഇത്രയാകും.
അവളും അങ്ങനെ കണ്ടിച്ചു വെച്ചിരിക്കുക. ഈ നമ്മൾ എന്നെ പറയാനാ ബ്യൂട്ടീഷ്യനായിട്ട് നിന്റെ തലയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എനിക്ക് എത്രയും പറയാം. എന്നോട് എപ്പോഴും പറയും അവളെ, അമ്മച്ചി ഞാൻ അമ്മച്ചിയുടെ ഇതൊക്കെ ശരിയാക്കി തരാം. ഞാൻ പറയാം, അയ്യോടി എനിക്ക് 10-26 വയസ്സായി, എനിക്ക് വേണ്ട, എനിക്കത് ഇഷ്ടമില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരുക്കണ്ടെന്ന് പറഞ്ഞു. എനിക്കിഷ്ടമില്ല അങ്ങനെ. ഞാൻ നേരത്തെ മലയാളം ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്റെ രീതിയിൽ തന്നെ ഞാൻ ജീവിക്കുന്നു. എന്റെ മരുമോളാണെങ്കിൽ അവള് തന്നെ എത്ര നേരമില്ലെങ്കിലും ഗ്ലൗസും ഒക്കെ ഇട്ട് ഡൈയൊക്കെ വാരി തേച്ച് ഒക്കെ തരും. വലിയ സ്നേഹത്തിലാ കഴിയുന്നത്. പിന്നെ ചിലപ്പോഴൊക്കെ അമ്മ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മറ്റേത് പറഞ്ഞെന്നൊക്കെ പറയും. ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. എന്നെ കഴിവത് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തെന്ന് പറയും. എന്ന് വെച്ചാൽ വയസ്സ് ചെല്ലുമ്പോഴേ ഞാൻ പലയിടം കിടക്കുമ്പം ഞാനൊന്നും ആലോചിക്കണ്ടല്ലോ, എനിക്ക് ആരോഗ്യമുള്ളപ്പം പോലും ഒന്ന് സഹായിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്ന്. അതുകൊണ്ട് അപ്പം അയൽക്കാരൊക്കെ പറയും, രത്നമ്മ എന്തിനാ ഇപ്പോഴും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്, മരുമോള് വന്നില്ലയോ? ഞാൻ നേരം പറയും എനിക്കിപ്പോ ആരോഗ്യം ഉണ്ടല്ലോ, ആരോഗ്യം ഇല്ലാത്തപ്പം വല്ലതും ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ അവള് വലിയ സ്നേഹത്തിലാ പെരുമാറുന്നതും എടുക്കുന്നതും എല്ലാം. എന്റെ പിള്ളേരും അതുപോലെ തന്നെയാ. അവർക്ക് ഒരു പിണക്കവും എന്നോടില്ല. അവളല്ലേ ഇവിടെ ഇരിക്കുന്നത്. അതാ, അത് ശരി. ഇതാണ് മോള്. ഇവിടെ ഇല്ലയോ കണ്ണതും മുടിക്കാണല്ലോ. പിന്നെ നീ ആ വർഗീസ് അച്ഛനെ പിന്നെ കണ്ടിട്ടുണ്ടോ? അത് നമ്മുടെ കൂടെ കോളേജിൽ പഠിച്ചത് വലിയ ദാക്ഷായണിയുടെ പുറകെ കമന്റ് അടിച്ചോണ്ട് കണ്ടിട്ടുണ്ടോ? ഞാനും ഒരിക്കൽ കണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ദാക്ഷായണിയെ തന്നെ ആണോ കല്യാണം കഴിച്ചത്? ആണെന്നൊക്കെ പറഞ്ഞു. ശരിയെന്നെങ്കിൽ അരിഞ്ഞാണം മേടിക്കണമല്ലോ. അയ്യോ, ഒരു കാര്യം, നമ്മൾ ഇത്രയും കണ്ടതല്ലേ, നമ്മൾ എന്റെ വീട്ടിൽ നിന്ന് കയറിയിട്ട് പോകും. തിരുനാളായി ഇപ്പം ഉടനെ കയറാനൊന്നും നേരമില്ല. പെട്ടെന്ന് ഒരാഹാരം കഴിച്ച് നമുക്ക് പോകാം. അല്ല, ഞാനൊരു നല്ല കാര്യം പറഞ്ഞു. നിനക്ക് പണ്ട് പരിപ്പ് വട ഇഷ്ടമില്ലയോ? നമുക്ക് അപ്പുറത്ത് ചായക്കടയിൽ പോയി ഒരു പരിപ്പ് വടയൊക്കെ കഴിച്ചേക്ക് ഞാൻ ഓട്ടോയിൽ പോയി അരിഞ്ഞാണം മേടിച്ചോണ്ട് പോട്ടെ. നീ വരുന്നു അങ്ങോട്ട്? വെൽക്കം ബാക്ക് ടു ബ്യൂട്ടി മാർക്ക് ഗോൾഡ് അമ്മ അമ്മായി അമ്മ. കുഞ്ഞമ്മച്ചി, രത്നാമ്മച്ചി, എന്തോ രണ്ടുപേരും കൂടെ കോളേജിൽ പഠിച്ചെന്നോ സ്കൂളിൽ പഠിച്ചെന്നോ? എന്താ പറഞ്ഞേ? കോളേജിൽ പഠിച്ചെന്ന്. കോളേജിൽ പഠിച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടിട്ട് ഉള്ള നാട്ടുവിശേഷം ഒക്കെ പറഞ്ഞു അങ്ങ് പോയി അല്ലേ? എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നവര് വീട്ടിലിരിക്കുന്ന മരുമക്കളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. എന്തായാലും നമുക്ക് ജഡ്ജസിന്റെ കമന്റിലേക്ക് പോവാം. സുമാരിയമ്മ, അത് നന്നായി. ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ടേ മരുമക്കളെ ചൂണ്ടിക്കാണിച്ചത്. എന്റെ പിള്ളേരും അതുപോലെ തന്നെയാ. അവർക്ക് ഒരു പിണക്കവും എന്നോടില്ല. അവളല്ലേ ഇവിടെ ഇരിക്കുന്നത്. അതാ, അത് ശരി. ഇതാണോ മോള്? ചേച്ചി അവിടെ ഇവിടെ അല്ല. അല്ല, അമ്മയ്ക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. അവരത്ര സിൻസിയറായിരുന്നു. മരുമക്കൾ അടുത്ത് തന്നെ ഉണ്ട്, നമ്മൾ ബസ് സ്റ്റോപ്പിലാണെന്നുള്ളത് മറന്നുപോയി. അതാണ്, വേറൊന്നുമല്ല. നിങ്ങൾ സംസാരിച്ചു വന്നപ്പോ ഒരു കാര്യം പറഞ്ഞു, അതുകൊണ്ട് ഞാനൊക്കെ സൂക്ഷിച്ചൊക്കെ നിൽക്കും. എന്നാൽ ഇവളിങ്ങനെയൊക്കെയാണ്, എന്നാലും ഞാൻ ഇങ്ങനെ നിൽക്കും. ഇത് തന്നെയാണ് വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ പറഞ്ഞ ആ ഒരു എന്താ പറയാ, ആ ഒരു രീതി, ആ പാറ്റേണിൽ നിന്നും പിന്നെ അങ്ങോട്ട് മൂവ് ആവുന്നില്ല. ഒരേ കാര്യം തന്നെ പല രീതിയിലായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ അടുത്ത് എന്താ പറയാൻ പോകുന്ന ഒന്നുമില്ല, വീണ്ടും അത് തന്നെയാണ് കാര്യം. എന്നൊക്കെ പറഞ്ഞാൽ അവളിങ്ങനെ ചെയ്യും കേട്ടോ, അങ്ങനെ ചെയ്യും കേട്ടോ. പക്ഷെ വേറൊരു കാര്യം, ഞാൻ സൂക്ഷിച്ച് നിൽക്കും. കാരണം അവനെ പ്ലെയിനിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു, മാതളനാരങ്ങ കൊണ്ട് തരാന്ന് പറഞ്ഞു. വീണ്ടും പിന്നെ അമ്മ പ്ലെയിനിൽ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു സ്റ്റൈലായി പോയതുപോലെ കുറച്ചു നേരം കേട്ട് കഴിയുമ്പോഴത്തേക്ക്, അതുകൊണ്ടാണ് ഈ നീട്ടുന്ന കാര്യം പറഞ്ഞത്. അപ്പൊ നമ്മൾ നീട്ടുന്നെങ്കിൽ പുതിയ പുതിയ സംഭവങ്ങളുമായി നീട്ടുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ അല്ലാതെയുള്ള സംഭവങ്ങൾക്ക് കുറച്ചൊരു നമുക്ക് കേട്ടോണ്ടിരിക്കുന്നവർക്ക് തോന്നും ഇതെന്താ ഇത് അവസാനിക്കാത്തതെന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാര്യം, തുടക്കമല്ലേ, അതൊക്കെ ഒന്നും വലിയ ഇതൊക്കെ ഞങ്ങൾ പറയുന്നേ ഉള്ളൂ. അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ ഇതൊക്കെ തിരുത്താനുള്ള ഒരു നിർദ്ദേശമായിട്ട് കണക്കാക്കുക. ഇന്നത്തെ ഈ ഗോസിപ്പ് കോർണറിൽ കാര്യമായിട്ടുള്ള ഒരു പ്രോബ്ലംസും അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സജഷൻസ് തരാനും ഒന്നുമില്ല. പ്രത്യേകിച്ച് രണ്ടുപേർക്കും മരുമക്കളെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും അവർക്ക് വലിയ വിഷമമൊന്നും ഉള്ള ഒരു സിറ്റുവേഷൻ അല്ല. ഒരു പ്രോഗ്രാം ആ ഒരു പർട്ടിക്കുലർ ഒരു ഇതിനു വേണ്ടി അവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ ഒരു ഇമോഷണലായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. ഒരു ആവറേജ് പെർഫോമൻസ് എന്നേ പറയാൻ.
നമുക്ക് ആദ്യം ലിപി ചേച്ചിയിലേക്ക് പോവാം. എന്താണ് എന്നാ പറയണോന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. മുടിയൊക്കെ എത്ര ഉണ്ടായിരുന്നു പണ്ട്? അമ്മച്ചി പറഞ്ഞതുപോലെ ഇത്രേ ഉണ്ടായിരുന്നത് ബ്യൂട്ടി പാർലറിൽ വരുന്നവർക്ക് വെട്ടിക്കൊടുക്കുന്ന പോലെ വെട്ടിക്കളഞ്ഞാണോ? മുടി വെട്ടുന്ന അമ്മച്ചിക്ക് ഇഷ്ടമില്ല. ഇഷ്ടമില്ല. മുടിയുള്ളതാ ഇഷ്ടം. ഓക്കെ. പിന്നെ അമ്മച്ചി പറയേണ്ട പോലൊന്നും അല്ല പറഞ്ഞ്. കുറ്റം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. മരുമകളല്ലേ, അവക്ക് ഇനി എന്നാ തോന്നും അതോർത്ത്. മഞ്ജു, എല്ലാം അമ്മ വെറുതെ പറഞ്ഞതാ, എല്ലാം ഉണ്ടാക്കി പറഞ്ഞു, അത്ര തന്നെ. അത്രേ ഉള്ളൂ. അങ്ങനെ അങ്ങ് എല്ലാം അമ്മ ഉണ്ടാക്കി പറഞ്ഞു എന്നൊന്നും പറയണ്ട. കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ രഹസ്യമായിട്ട് ഇനിയും ചോദിക്കുന്നുണ്ട്. ഇല്ലേ? ഇല്ലേ? ആണോ? ഇതൊക്കെ ഉണ്ടാക്കി പറഞ്ഞാണോ? കുറച്ചൊക്കെ പ്ലെയിനും ഫ്ലാറ്റും ഒക്കെ ഉണ്ടാക്കി പറഞ്ഞു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഭർത്താവിനോട് എന്ന് പറയും, അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, അമ്മച്ചി അങ്ങനെ പറഞ്ഞു. ഇത് പിന്നെ രണ്ടാമക്കളും കൂടെ കടിയാകും. മരുമക്കൾ തന്നെ അല്ല, ആമക്കളും കൂടെ ആകും. ആണോ? അല്ലാതെ ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ആയിരുന്നു. എന്തായാലും നമുക്ക് മാർക്സിലേക്ക് പോവാം. സുമാരിയമ്മ, ഔട്ട് ഓഫ് 40 ഈച്ച് 2020. രണ്ടുപേർക്കും 20 മാർക്ക് വീതമാണ് സുമാരിയമ്മ നൽകുന്നത്. മല്ലിക മാം? ഞാനും 2 പേർക്കും 20 മാർക്ക് വീതം. ഡോക്ടർ? 9 ഉള്ളൂ. 9. അപ്പോ രണ്ടുപേർക്കും 49 മാർക്ക് വീതമാണ് ഈ റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത്. ഹലോ, ഇങ്ങോട്ട് നോക്കിക്കേ. ഇത്രയും പോരാ കേട്ടോ, കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് വേണം കേട്ടോ. ഇനി വേണം, ഇന്നത്തെ പ്രാവശ്യം ആയിക്കോട്ടെ. ഇനി ഞങ്ങൾ ആരാണെന്ന് ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ടെന്നാണ് കോട്ടയം കുഞ്ഞമ്മച്ചി പറയുന്നത്. ഓക്കെ അമ്മ, കാണാം. ലിവി 2-3 ദിവസം വീട്ടിൽ ചെന്ന് ഇച്ചിരി ചൂടായിട്ടൊക്കെ ഒന്ന് പെരുമാറിക്കോ കേട്ടോ. അതെ, ഇനി കുറച്ച് സ്നേഹമൊക്കെ കുറച്ച് വെച്ചോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കാണാം. വളരെ നിഷ്കളങ്കമതികളായ 2 അമ്മമാരുടെ ഗോസിപ്സ് നമ്മൾ കണ്ടു, കേട്ടു. അവര് എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളെ കുറച്ചൊക്കെ വേദനിപ്പിക്കുകയും കുറച്ച് കൂടുതൽ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഷോക്കിംഗ് ട്രൂത്ത് എന്ന റൗണ്ടാണ്. ഇതിലേക്ക് വരുന്നത് വിജയലക്ഷ്മി എന്ന അമ്മായി അമ്മയാണ്. വിജയലക്ഷ്മി അമ്മ മല്ലിക മാമിന്റെ കയ്യിൽ മരുമകൾ നൃപയെക്കുറിച്ച് എന്താണ് എഴുതി കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. അതിലേക്കായി ആദ്യം തന്നെ നമുക്ക് വിജയലക്ഷ്മി അമ്മയെ സ്വാഗതം ചെയ്യാം. സ്വാഗതം വിജയലക്ഷ്മി അമ്മ. വിജയലക്ഷ്മി അമ്മ, ഹലോ. ഹായ്. എന്താണ് നൃപയെക്കുറിച്ച് ഇത്ര അധികം എഴുതി കൊണ്ടുവന്നിരിക്കുന്നത്? അത്ര മോശപ്പെട്ടൊന്നല്ല, നല്ല കാര്യങ്ങളുണ്ട്, മോശമുണ്ട്. നല്ല കാര്യങ്ങൾ മാത്രമായിട്ട് എന്താ നമുക്ക് എഴുതാനുള്ളത് അല്ലേ? അതെ. നൃപ, വല്ല ആലോചനയുണ്ടോ? എന്താണ് അമ്മ എഴുതിക്കൊണ്ടിരിക്കുന്നത്? കേട്ടു നോക്കാം അല്ലേ? മല്ലിക മാം. വിജയലക്ഷ്മി അമ്മ. ഹലോ. ത്രിപ, ഈ കത്ത് വായിക്കാമല്ലോ? വായിക്കാമോ? പ്രിയമുള്ള അമ്മയ്ക്ക് പ്രണാമം. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വരികയാണ്. എനിക്ക് പറയുവാനുള്ളത് കുറച്ച് കാരണങ്ങളേ ഉള്ളൂ. അതായത്, എന്റെ മകള് വന്നിട്ട് 3 വർഷമല്ലേ ആയുള്ളൂ, പിന്നീട് ശരിയാകുമായിരിക്കും. കാലത്ത് എണീക്കാൻ പറഞ്ഞാൽ എന്നും 7 മണിയാകാതെ എണീക്കാറില്ല. പിന്നെ ചെയ്യുന്ന ജോലിയാണെങ്കിൽ വളരെ പതുക്കെ. അടുത്ത് ഞാനില്ലെങ്കിൽ അന്ന് ആഹാരം 4 മണിയാകും. പിന്നൊരു കാര്യമുണ്ട്, നമ്മൾ എന്ത് പറഞ്ഞാലും ഒന്നും മറുപടി പറയില്ല. അങ്ങനെ നല്ലൊരു സ്വഭാവമുണ്ട്. പിന്നെ എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം കൂടിയുണ്ട്. ഇവള് കുഞ്ഞിനെ അടിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതിന് ഞാൻ നല്ലതുപോലെ വഴക്ക് പറയും. പിന്നെ ഒന്ന്, എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു കല്യാണത്തിനോ മറ്റോ പോവുകയാണെങ്കിൽ കാലത്ത് 6 മണിക്ക് ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയാൽ പോലും മുഹൂർത്തം കഴിഞ്ഞാലേ അവിടെ എത്തുകയുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും നല്ല കുട്ടിയാണ് അവൾ, എനിക്കിഷ്ടവുമാണ്. വിജയലക്ഷ്മി. ഇത്
ഈ പറഞ്ഞതുപോലെ ചെറിയ 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 കൊച്ചു മരുമോടെ എല്ലാ ചെറുപ്പക്കാരികളുടെയും ചില പോരായ്മകൾ അമ്മയൊന്ന് എടുത്തു കാണിച്ചു എന്ന് മാത്രം. ഇച്ചിരി ഉറക്ക കൂടുതല്, ഒരുങ്ങാൻ സമയം കൂടുതല്, അല്ലേ അമ്മ? പിന്നെ കുഞ്ഞിനെ അടിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് അത് അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. അടിക്കേണ്ട ഘട്ടത്തിൽ അച്ഛനമ്മമാര് കുറച്ചൊക്കെ ശാസിക്കും അടി. പക്ഷെ തീരെ കുഞ്ഞാകുമ്പോൾ അമ്മമാർക്ക് കാണുമ്പോൾ കഷ്ടം തോന്നും. നമ്മൾ ഉടനെ കുഞ്ഞിന്റെ സൈഡ് പറയാൻ ചെല്ലും. ഇതൊന്നും ഒരു പരാതിയൊന്നും അല്ലല്ലോ. എന്താണ് ത്രിപയ്ക്ക് എന്താണ് ഇതൊക്കെ കേട്ടിട്ട് തോന്നുന്നത്? എനിക്ക് ഒരു കാര്യമുണ്ടല്ലോ, അല്ലാത്ത ദിവസം രാവിലെ എഴുന്നേക്കില്ല, 7 മണിയാവും. 7 മണി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അതിരാവിലെയാണ്. എന്നാലും കല്യാണത്തിന് പോകുന്ന ദിവസങ്ങളിൽ 6 മണിയാകുമ്പത്തന്നെ ഒരുങ്ങാൻ തുടങ്ങും. അപ്പൊ എത്ര മണിക്ക് എഴുന്നേറ്റിട്ട് റെഡി ആവണം? 6 മണിക്ക് പിന്നെ മേക്കപ്പ് ഒക്കെ തുടങ്ങണമെങ്കിൽ. എന്താണ് നൃപയുടെ അഭിപ്രായം? എല്ലാ ദിവസവും അങ്ങനെയൊന്നുമില്ല. ചില സമയം 6 മണിക്ക് അല്ലെങ്കിൽ 6:30 അങ്ങനെ എണീക്കും. ചിലപ്പോ മാത്രം 7 മണി ആയിപ്പോവും. നേരം വൈകി ഉറങ്ങുന്നാണെങ്കിൽ അങ്ങനെ ആയിപ്പോവും. മോള് ഷാഠ്യം പിടിക്കുമ്പോൾ മാത്രമേ ഞാൻ ഇങ്ങനെ അടിക്കാറുള്ളൂ. എന്നുവെച്ചാൽ എന്തെങ്കിലും എടുത്ത് വായിലിടും ഇഷ്ടമല്ല, എനിക്ക് കാണുമ്പോ വെറുപ്പ് വന്ന് എന്തെങ്കിലും എടുത്ത് വായിലിടാൻ ശ്രമിക്കുമ്പോ. എത്ര വയസ്സായി മോൾക്ക്? മോക്ക് 2.25 വയസ്സ്. അയ്യോ, 2.25 വയസ്സ് എന്തെങ്കിലും ഒന്ന് എടുത്ത് വായിലിട്ടു എന്ന് പറഞ്ഞ് അടിക്കാറൊന്നും ആയില്ല മോളെ. അല്ല, എന്തെങ്കിലും വേണ്ടാത്ത സാധനങ്ങൾ, മൂടി, അങ്ങനത്തെ എന്തെങ്കിലും വരട്ട്, അല്ലാതെ അടിച്ചാലും എന്താന്ന് മനസ്സിലാവും. അങ്ങനെ അടിക്കൂല, ചെറുതായിട്ട്. അപ്പൊ അമ്മക്ക് ദേഷ്യം വരും. ചെറുതായിട്ടൊന്നുമല്ല, 2-2.5 വയസ്സുള്ള കുട്ടിയെ അടിച്ചിട്ട് അതിന് എന്ത് മനസ്സിലാവാൻ? ഞാൻ അടിച്ചോ ഒരു കുഴപ്പമില്ല, പിന്നെ എന്റെ അടുത്ത് വന്നോളൂ. പക്ഷെ അവളെ അച്ഛൻ തൊട്ടാ മാത്രമേ അവൾക്ക് വിഷമാവുള്ളൂ. ആണല്ലേ? എന്നാലും കുഞ്ഞിനെ അടിക്കുമ്പോ എല്ലാ അമ്മമാരുടെയും മനസ്സാണ്, അമ്മൂമ്മമാരുടെ മനസ്സാണ് വിഷമിക്കുന്നത്. എന്തായാലും നമുക്ക് ഡോക്ടറിലേക്ക് പോവാം. കുഞ്ഞിനെ അടിക്കുന്ന കാര്യം അമ്മയ്ക്ക് വിഷമം ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അമ്മയുടെ എക്സ്പീരിയൻസ് അതുപോലെ ആയിരിക്കും. അമ്മയും ചിലപ്പോൾ ആ പ്രായത്തിൽ അടിച്ചിട്ടുണ്ടായിരിക്കും. ആ പ്രായത്തിൽ അമ്മയെ അടിച്ചു കാണും. ഇപ്പൊ അമ്മയ്ക്ക് കുറച്ചുകൂടെ പക്വത വന്നു, കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അമ്മ പറയാറുണ്ട്, അമ്മ അടിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അമ്മ അടിച്ചു കാണും. അപ്പൊ ഇപ്പൊ അമ്മയ്ക്ക് അത് ഓർക്കുമ്പോ ഒരു വിഷമം കാണും. ഞാൻ അന്ന് എന്റെ കുഞ്ഞിനെ അടിച്ചില്ലേ, എനിക്ക് അവനെന്തോ അറിയാമായിരുന്നു. ഇപ്പൊ കൊച്ചു കുഞ്ഞിനെ കാണുമ്പോ അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ട് ഇപ്പൊ മോള് ചെയ്യുമ്പോ അത് അമ്മയ്ക്ക് അതൊരു വിഷമം തോന്നും. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞു തരുന്നത്. അപ്പം അമ്മയുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്, അമ്മയുടെ അനുഭവത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കി അതുപോലെ ചെയ്യുക. അല്ലെങ്കിൽ ഒരു കാലത്ത് ത്രിപ ഇതുപോലെ അമ്മമ്മയാകുമ്പം തോന്നിയൊക്കെയായിരിക്കും. അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. വേറെ വിഷമങ്ങളൊന്നും വലുതായിട്ടില്ലല്ലോ. ഞാനും അച്ഛനാണ് അവളെ കാണാൻ പോയത് ഫസ്റ്റ്. അപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ടു. അവൾക്ക് കുറെ അന്വേഷണം വന്നു, ആരും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ചെക്കനെ കാണാണ്ട് അവൾക്ക് ഞങ്ങളെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടത്. വന്നപ്പം പറയുന്നുണ്ട്, അമ്മ ഞാൻ എന്റെ ഭർത്താവ് ഞാൻ ആദ്യം കണ്ടിട്ടില്ല, അച്ഛനമ്മനെയും കണ്ടപ്പോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അന്നേരം ഞാൻ സമ്മതം തന്നു. അതൊരു വളരെ സന്തോഷം. അതെ, ഒരു പെൺകുട്ടി എപ്പോഴും കല്യാണം കഴിച്ചു വരുന്ന വീട്ടിലെ അമ്മയാണ് നന്നായിരിക്കേണ്ടത്. നമ്മുടെ അമ്മമാര് ഇച്ചിരി ദേഷ്യക്കാരായാലും കുഴപ്പമില്ല അല്ലേ? എന്തായാലും ഇപ്പം ത്രിപ എന്ത് തീരുമാനിച്ചു? അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുഞ്ഞിനെ അടിക്കലും. മോളെ അടിക്കുമ്പോ അടിക്കും ഞാൻ, എന്നാലും പിന്നെ എനിക്ക് വിഷമാവും. അത് ആ സാഹചര്യത്തിൽ പെട്ടെന്ന് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി എന്താണ് തീരുമാനിക്കുന്നത്? അമ്മയ്ക്ക് അതെന്തായാലും വിഷമാണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ തുടരുമോ? ത്രിപ അത് അടിക്കാതെ വേറെ എന്തെങ്കിലും മാർഗത്തിൽ കൂടെ കുഞ്ഞിനെ മനസ്സിലാക്കി പറഞ്ഞാൽ കേൾക്കാത്തപ്പോ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അതിനുള്ള പ്രായമായില്ല മോളെ, അതിനുള്ള പ്രായമായിട്ടില്ല. ഇനി ഞാൻ അങ്ങനെ അടിക്കാതിരിക്കാൻ ശ്രമിക്കും. ശരി. അപ്പൊ രാവിലെ എഴുന്നേക്കുന്ന കാര്യത്തിലും ജോലിയൊക്കെ കുറച്ച് ഉഷാറാക്കുന്ന കാര്യത്തിലും ഇപ്പൊ ഞാൻ കുറച്ച് മാറി. ആദ്യം വന്ന പാടെ അങ്ങനെ ആയിരുന്നു, കുറച്ചെല്ലാം ആ വീട്ടിൽ നിന്ന് അങ്ങനെ എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട്. പിന്നെ ഇപ്പൊ വന്നതിന് ശേഷം ഇവിടുന്ന് കുറച്ച് സ്പീഡെല്ലാം ആവാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ വലിയ കാര്യമായതൊന്നുമില്ല. വിജയലക്ഷ്മി അമ്മ വളരെ നല്ലൊരു അമ്മായി അമ്മയും നല്ലൊരു അമ്മയും ത്രിപ നല്ലൊരു മരുമകളുമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ, അത് ഗ്രാജുവലി മാറും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ അമ്മ, കാണാം. താങ്ക് യു.